ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം 4 അനേജദേകം മനസോ ജവിയോ നൈനദേവ ആപ്നുവൻ പൂർവംഷ തദ്ധാവതോന്യ നത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാദാതി. അനേജത് സത്യം ചലനമില്ലാത്തതാണ്. ഏകം അതെവിടെയും ഒന്നുതന്നെയാണ്. മനസ്സ് ജവിയർ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. പൂർവം അർഷതേനത് മുൻപേ പോയ സത്യത്തെ. ദേവാ ഇന്ദ്രിയങ്ങൾ ന ആപ്നുവൻ പ്രാപിക്കുന്നില്ല, മനസ്സിലാക്കാൻ കഴിവില്ല. തിഷ്ഠത് തത് ഉറച്ചുനിന്ന അത്. ധാവത് അന്യാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവയെ. അത്യേതി കടന്നുപോകുന്നു. തസ്മിൻ ആ സത്യത്തിൽ. മാതരിശ്വാ പ്രാണവായു. അപദഹതി പ്രപഞ്ചജീവജാലങ്ങളെ പരിപാലിക്കുന്നു. അത് ചലനരഹിതമാണ്. മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. മുൻപേ പോയ സത്യത്തെ ദേവതകൾക്ക്, ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാനായില്ല. ചലിക്കാതെ നിലനിന്നുകൊണ്ട് ചലിക്കുന്ന എല്ലാറ്റിനെയും അതിവർത്തിച്ച് നിൽക്കുന്ന സത്യത്തിൽ പ്രാണവായു പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നു. ഉപനിഷത്ത് എനർജി, ഇറ്റേണൽ കോൺഷ്യസ്നെസ് എന്നും വിളിക്കപ്പെടുന്ന ബ്രഹ്മം എന്ന സത്യത്തെ നിർവചിക്കുവാൻ പോകുകയാണ്. ആത്മാവിന്റെ സ്വഭാവം ഇവിടെ വിവരിക്കുന്നു. അത് ചലനരഹിതമാണ്, പക്ഷേ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വൈരുദ്ധ്യമായി തോന്നാം, എന്നാൽ ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞുവരുമ്പോൾ അങ്ങനെയല്ല. മനസ്സിനേക്കാൾ വേഗമേറിയതാണ് ആത്മാവ്. കാരണം അത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. മനസ്സിന് പരിചിതമായ ഓർമ്മയിലുള്ള ലോകത്തിലെ ഏതു കോണിലേക്കും ഏതു സമയത്തും സെക്കൻഡിനുള്ളിൽ എത്തിപ്പെടാനും തിരിച്ചുവരാനും സാധിക്കും. മനസ്സിനേക്കാൾ വേഗതയുള്ളതെന്ന് പറയുമ്പോൾ ഏറ്റവും വേഗമുള്ള മനസ്സ് യാത്ര ചെയ്യുന്നത് ബ്രഹ്മമെന്ന സത്യത്തിലാണ്. ഏതുപോലെയെന്നാൽ ജലത്തിൽ ബോട്ട് യാത്ര ചെയ്യുന്നതുപോലെ മനസ്സത്യത്തെ ഉപാധിയാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു. മനസ്സിന് മനനം ചെയ്യുവാനുള്ള ഊർജവും ഇതിൽ നിന്നാണ്. മനസ്സിന് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് സത്യം. ബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അതിനാൽ അത് ചലിക്കുന്നില്ല എന്നാൽ നിർജീവമായ അവസ്ഥയല്ല. സത്യം ചലിക്കണമെങ്കിൽ സത്യമില്ലാത്തയൊരിടം ഈ വിശ്വത്തിൽ ഉണ്ടാകണം. ഈശാവാസ്യമിതം സർവം എന്ന ആദ്യ സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമാണിത്. ഉപനിഷത്തിൽ ദേവന്മാർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാകുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവേന്ദ്രൻ മനസ്സ് ആകുന്നു. ഉപനിഷത്താണ് ഈ ശബ്ദങ്ങളെ ആദ്യമായി അവതരിപ്പിച്ചത്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതിനെ പ്രാപിക്കാൻ, മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളും മനസ്സും അതിലാണ്, അതിന്റെ സഹായത്താലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദേശത്തിൽ, ഒരു കാലത്തിൽ പരിമിതമായ വസ്തുക്കൾ അനന്തമായ ആത്മാവിൽ നിലനിൽക്കുന്നതായി, ചലിക്കുന്നതായി സങ്കൽപ്പിച്ചു നോക്കൂ. ഉദാഹരണമായി, അനന്തമായ ആകാശത്തിൽ വായു ചലിക്കുന്നു. സമ്മർദ്ദം കൂടുതലുള്ള സ്ഥലത്തുനിന്ന് സമ്മർദ്ദം കുറവുള്ള സ്ഥലത്തേക്ക് വായു ചലിക്കുന്നതാണ് കാറ്റായി നമുക്ക് അനുഭവപ്പെടുന്നത്. സ്പേസ് വായുവിനെ അതിവർത്തിച്ചു നിൽക്കുന്നതിനാൽ വായു ചലിക്കുന്നു. വായു എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നുമില്ല. അതുകൊണ്ട് കാലദേശ പരിമിതമായ വസ്തുക്കൾക്കു ആത്മാവെന്ന അപരിമേയമായ അനന്തമായ സത്യത്തിന്റെ സഹായത്താൽ ചലിക്കാൻ സാധിക്കുന്നു. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും ആര് കാണുന്നുവോ അവനാണ് ശരിയായി കാണുന്നവൻ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രസ്താവിക്കുന്നു. അതായത് എല്ലാ ചലനങ്ങൾക്കും ചലിക്കാത്ത ഒരു അധിഷ്ഠാനം, ആധാരം ആവശ്യമാണ്. ബ്രഹ്മമാകുന്ന ഈ അധിഷ്ഠാനത്തിൽ ഈ വിശ്വം, ഉപനിഷത്ത് ഋഷിയുടെ ഭാഷയിൽ അനന്തകോടി ബ്രഹ്മാണ്ഡം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിലകൊള്ളുന്നു. ഈ വിശ്വം ചലനാത്മകമാണ്. എല്ലാ ചലനത്തിലും ചലനമില്ലാത്ത ബ്രഹ്മത്തെ അറിയുന്നവൻ സത്യത്തെ അറിയുന്നു.